Dear students, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിബഞ്ചർ റിഡംഷൻ ബൈ കൺവേർഷൻ എന്നുള്ളതിനെക്കുറിച്ച് നോക്കണ്ടായി അല്ലേ. ഒന്ന് രണ്ട് മെത്തേഡ്സ് നമ്മൾ നോക്കി, സിറ്റുവേഷൻസ് നോക്കി. അപ്പോൾ അടുത്തത് അതുമായി ബന്ധപ്പെട്ട് വരുന്ന വേറൊരു സിറ്റുവേഷനാണ്. ദാറ്റ് ഈസ് ഫോർത്ത് വൺ. വെൻ ഡിബഞ്ചേഴ്സ് ആർ റിഡീംഡ് ബൈ കൺവേർഷൻ അറ്റ് പ്രീമിയം on maturity and when new shares or debentures are issued at premium. So ഇവിടെ ഡിബഞ്ചർ റിഡീം ചെയ്യുന്നത് മെച്യൂരിറ്റിയിൽ റിഡീം ചെയ്യുന്നത് പ്രീമിയത്തിലാണ്, റിഡംഷൻ പ്രീമിയത്തിലാണ്. അതുപോലെ പുതിയ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നതും പ്രീമിയത്തിലാണ് എങ്കിൽ എങ്ങനെയാണ് വരിക? ജേർണൽ എൻട്രീസ് താഴെ തന്നിരിക്കുന്നു. Number 1, when debenture redemption become due, clear. So what is entry? We need to cancel debenture and therefore debenture account is debited, clear. Again we need to pay the debenture redemption premium. So premium or redemption of debenture account is also debited. ഇത് രണ്ടും ആർക്ക് കിട്ടേണ്ടതാണ്? ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കിട്ടണം. സോ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തു, ക്ലിയർ. അപ്പോൾ ഇത് ഫേസ് വാല്യൂ ആണ്, ഇത് റിഡംഷൻ പ്രീമിയം ആണ്. രണ്ടും കൂടെ ചേർത്തിട്ട് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കിട്ടും, ക്ലിയർ. മേ ബി 100 റുപ്പീസ് ആണെന്ന് വിചാരിക്കുക, 10 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 110 റുപ്പീസ് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കിട്ടാറുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ റിഡംഷൻ ഡ്യൂ ആയ സമയത്തുള്ള ജേർണൽ എൻട്രി എഴുതി. സോ വാട്ട് ഈസ് നെക്സ്റ്റ്? വെൻ ദീസ് സെക്യൂരിറ്റീസ് ആർ കൺവേർട്ടഡ്, ക്ലിയർ. ഈ റിഡംഷൻ്റെ ഭാഗമായി പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നു. അപ്പോൾ എന്തായിരിക്കും വരിക? ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അറ്റ് 110 കൊടുക്കാനുള്ളത്, ക്ലിയർ. ഇവിടെ പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത്, ക്ലിയർ. അപ്പോൾ പ്രീമിയം ആയതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ 110 റുപ്പീസിൽ എന്തൊക്കെ ഉണ്ടാവും? ഷെയർ ക്യാപിറ്റലും ഉണ്ടാവും, പ്രീമിയം ഉണ്ടാവും. അപ്പോൾ ഇതിന് എന്ത് ചെയ്യണം? നീഡ്സ് ടു ബി സ്പ്ലിറ്റ് ഇൻ ടു ബിറ്റ്വീൻ ക്യാപിറ്റൽ ആൻഡ് പ്രീമിയം, ക്ലിയർ. ഓക്കെ, സോ therefore to equity share capital or debenture capital or preference share capital etc. to securities premium. അപ്പോൾ ഇതാണ് ഇതിൽ വരുന്ന ജേർണൽ എൻട്രി. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം, അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. സോ വൈ ലിമിറ്റഡ് ഹാഡ് an outstanding balance of 9 lakh rupees 9,09,000 debentures of 100 each redeemable at a premium of 5%. ഓക്കെ, അപ്പോൾ അവർ റിഡീം ചെയ്യുന്നത് 5% പ്രീമിയത്തിലാണ്. ഓക്കെ, 9 lakh റുപ്പീസിൻ്റെ ഡിബഞ്ചറാണ് ഉള്ളത്. റുപ്പീസാണ് തന്നിരിക്കുന്നത്, നമ്പർ അല്ല, അല്ലേ? ഓക്കെ, ദെൻ അപ്പോൾ ഇതിൻ്റെ 5% കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? സോ then further information കൂടെ നമുക്ക് നോക്കാം. So according to the term of redemption, company redeem 25% of the above debentures by converting them into shares of ₹10 each at a premium of ₹5. മുഴുവൻ ഡിബഞ്ചർ റിഡീം ചെയ്തില്ല. ഈ 9 ലാഖിൻ്റെ 25%, 25% റിഡീം ചെയ്തിരിക്കുന്നത്, ക്ലിയർ. അതിനുവേണ്ടി കൺവേർട്ട് ചെയ്തു. ഓക്കെ, സോ ഷെയർസ് ഓഫ് 10 ഈച്ച് അറ്റ് എ പ്രീമിയം ഓഫ് 5. അപ്പോൾ 10 + 5 15 രൂപയ്ക്കാണ് പുതിയ ഷെയർ ഇഷ്യൂ ചെയ്തിരിക്കുന്നത്, ക്ലിയർ. റെക്കോർഡ് ജേർണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് വൈ ലിമിറ്റഡ്. ഓക്കെ, സോ ഇഷ്യൂ പ്രൈസ് ഇസ് 50. ഓക്കെ, ഇഷ്യൂ നമ്മൾ ഡിബഞ്ചറിൻ്റെ റിഡംഷൻ എത്രയാണ്? 100ഉം, ക്ലിയർ. 100 റുപ്പീസാണ് അതിൽ വരുന്നത്. ഫേസ് വാല്യൂ 5% പ്രീമിയത്തിലാണ് റിഡീം ചെയ്യുന്നത്. സോ 105, 105 രൂപയ്ക്കാണ് റിഡീം ചെയ്യേണ്ടത്, ക്ലിയർ. ശരി, ഇപ്പോൾ 105 രൂപ നമുക്ക് കിട്ടി. ഇനി എന്താണ് അടുത്തത് വേണ്ടത്? 25% ഓഫ് 9 lakh rupees വിൽ ബി കൺവേർട്ടഡ്. അപ്പോൾ 9 ലാഖിൻ്റെ 25% കാൽക്കുലേഷൻ, ക്ലിയർ. സോ വാട്ട് ഈസ് 9 lakh ഇൻറ്റു 25/100? So that will give you 2,25,000, clear. So 2,25,000 will be the face value of debenture to be redeemed, clear. അതിന് പ്രീമിയം കൊടുക്കണം. എത്ര പ്രീമിയമാണ്, അല്ലേ? ഇപ്പോൾ 2,25,000. ഓക്കെ, ഇതിൻ്റെ 5% കൊടുക്കുന്നത്. അപ്പോൾ 5% വെച്ച് ഇതിൻ്റെ 5% കാൽക്കുലേറ്റ് ചെയ്യാൻ എത്ര വരും? സോ 11,250, clear. So it is 11,250. ഓക്കെ, ഓർ ഇൻ അതർ വേർഡ്സ്, അല്ലേ, നമുക്ക് 22,000 അല്ലെങ്കിൽ 20 പോയി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 2,250, അല്ലേ, ഡിബഞ്ചറാണ് ഉണ്ടാവുക. അതാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. ഇൻറ്റു 5 രൂപ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ 11,250 രൂപ വരും, ക്ലിയർ. അപ്പോൾ ആ രീതിയിലും എടുക്കാം. സോ പ്രീമിയം ഓൺ റിഡംഷൻ കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ രണ്ടും കൂടെ ചേർത്തിട്ട് ആർക്ക് കൊടുക്കണം?
ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കും. സോ 9% ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ 2,25,000. ക്ലിയർ, എൻ്റെ എമൗണ്ട് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. 9 lakh ഇൻറ്റു 25/100. ക്ലിയർ, 25% റിഡീം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എമൗണ്ട്. ഓക്കെ, ദെൻ പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ ഈക്വൽ ടു 11,250. ഏതിൻ്റെയാണ്? ഈ റിഡീം ചെയ്യുന്നതിൻ്റെ എത്ര ശതമാനം അല്ലേ? ദാറ്റ് ഈസ് 5% ഓഫ് ദിസ് എമൗണ്ട്. സോ 2,25,000 ഇൻറ്റു 5/100. So 11,250. To debenture holders, total amount that is 2,36,250. Okay. So ഇനി കൺവേർട്ട് ചെയ്യണം അല്ലേ? ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. പ്രീമിയത്തിലാണ് കൺവേർട്ട് ചെയ്യുന്നത്. ക്ലിയർ, അപ്പോൾ കൊടുക്കാനുള്ള എമൗണ്ട് എത്രയാണ്? ഡ്യൂ എമൗണ്ട് 2,36,250. ക്ലിയർ, അതിൽ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. എന്തൊക്കെ? ഒന്ന് ഷെയർ ക്യാപിറ്റൽ, വേറൊന്ന് സെക്യൂരിറ്റീസ് പ്രീമിയം. ക്ലിയർ, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. ഇപ്പോൾ ഇഷ്യൂ പ്രൈസ് എത്രയാണ്? 15 രൂപയാണ്. അതിൽ 10 രൂപ എന്താ? ഷെയർ ക്യാപിറ്റലിന് വേണം. ക്ലിയർ, ബാക്കി 5 രൂപ എന്താ? പ്രീമിയമാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? സോ ദിസ് 2 lakh, ക്ലിയർ, 2,36,250 ഇൻറ്റു 10/15 will give you 1,57,500. ക്ലിയർ, then again 2,56,000, sorry not 50, 36,250 into 5/15. So that will give you 78,750. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും സെക്യൂരിറ്റീസ് പ്രീമിയം ഷെയർ ക്യാപിറ്റലായി. ഇനി അതല്ല ഇങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന രീതി ചെയ്യുകയാണെങ്കിൽ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ടു ബി ഇഷ്യൂഡ് കണ്ടുപിടിക്കാം. അതെങ്ങനെ കണ്ടുപിടിക്കും? എമൗണ്ട് പേയബിൾ ഡിവൈഡഡ് ബൈ ഇഷ്യൂ പ്രൈസ്. സോ വാട്ട് ഈസ് എമൗണ്ട് പേയബിൾ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്? 2,36,250. So divided by issue price is 15. Clear? So that will give you 15,750 shares. Clear? അപ്പോൾ ഇതേ ഇൻറ്റു 10 രൂപ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 10 രൂപയാണ് ഷെയർ ക്യാപിറ്റലിൻ്റെ ഫേസ് വാല്യൂ. സോ 1,57,500. ദെൻ ഇതേ ഇൻറ്റു 15,750 ഇൻറ്റു 5 രൂപയാണ് സെക്യൂരിറ്റീസ് പ്രീമിയം ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 78,750. ഇങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ എന്ത് ചെയ്യാം? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2,36,250 into 10/15. Clear? So that will give you the amount. Clear? Again 2,36,250 into 5/15. 5 വരുന്നത് പ്രീമിയമാണ്, 50 എന്ന് പറയുന്നത് ഇഷ്യൂ പ്രൈസാണ്. സോ 78,750 ഇങ്ങനെ കിട്ടും. നരേഷ് എഴുതാം. So issue of 15,700 and equity shares at a premium of 5 each. 15,750 equity shares of 10 each at a issue price of 15. Clear? Being conversion of debentures. For the purpose of conversion of debentures. ഈ രീതിയിൽ ഇതിനെ നമുക്ക് സോൾവ് ചെയ്യാം. So next situation, when debentures are redeemed by conversion at par on maturity and new debentures issued at a discount. സാധാരണ അതിൽ അല്ലേ ഇക്വിറ്റി ഷെയർസ് എന്ത് ചെയ്യാറില്ല? ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാറില്ല. പക്ഷെ എന്ത് ഇഷ്യൂ ചെയ്യാം? ഡിബഞ്ചേഴ്സ്, പുതിയ ഡിബഞ്ചർ ഉണ്ടെങ്കിൽ ഇഷ്യൂ ചെയ്യാം. ക്ലിയർ? സോ വെൻ ഡിബഞ്ചേഴ്സ് ആർ redeemed at par on maturity but new debentures or shares, new debentures are issued at discount. Clear? അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എന്തായിരിക്കും വരിക? Clear? So what is the journal entry? So in this case debentures account to debenture holders. Okay, that പാറിലാണ് റിഡീം ചെയ്യുന്നതുകൊണ്ട് ഡിബഞ്ചറിനെ ക്യാൻസൽ ചെയ്തു, ഡെബിറ്റ് ചെയ്തു. ക്ലിയർ? ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത് വെച്ചു. ക്ലിയർ? ഡിബഞ്ചർ അക്കൗണ്ട് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ഇനി അത് കൊടുക്കുന്ന സമയത്ത്, ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ. അപ്പോൾ എന്ത് ചെയ്യും? ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എറ്റ്. ക്ലിയർ? സേ ഫോർ എക്സാമ്പിൾ നമ്മൾ കൊടുക്കാനുള്ളത് 100 ആണെന്ന് വിചാരിക്കുക. ക്ലിയർ? 100. സോ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്. ക്ലിയർ? മുഴുവൻ നമ്മൾ ഇതാവുന്നുണ്ടോ? ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് ഡിസ്കൗണ്ടിൽ വരുന്ന എമൗണ്ട് സേ ഫോർ എക്സാമ്പിൾ 10 രൂപയാണെന്ന് വിചാരിക്കുക. ക്ലിയർ? രണ്ടും കൂടെ ചേർത്തിട്ട് എന്ത് ചെയ്യുന്നു? ന്യൂ ഡിബഞ്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ്. ക്ലിയർ? പുതിയ ഡിബഞ്ചർ അക്കൗണ്ടിൽ പുതിയ ഷെയർ വരുന്നില്ല, ഷെയർ ക്യാപിറ്റൽ വരുന്നില്ല. കാരണം വി കനോട്ട് ഇഷ്യൂ ഷെയർസ് അറ്റ് എ ഡിസ്കൗണ്ട് ആസ് പെർ ദി കമ്പനീസ് ആക്ട് ഓഫ് 2013 ആൻഡ് ദെയർഫോർ. ക്ലിയർ? സോ ഡിബഞ്ചറിൻ്റെ കേസിൽ പുതിയ ഡിബഞ്ചർ മാത്രമേ ഇഷ്യൂ ചെയ്യാൻ പറ്റും. ഇപ്പോൾ 110 റുപ്പീ നമുക്കിവിടെ ക്രെഡിറ്റ് ചെയ്യാൻ പറ്റും.
ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. സോ എക്സാമ്പിൾ നമ്പർ 20. X Limited redeemed 9,612% debenture of rupees 100 each by converting them into 15% new debentures of 100 each at a discount of 4%. അപ്പോൾ തന്നിരിക്കുന്നു നോക്കുക, 9,600 ഡിവഞ്ചേഴ്സിന് റിഡീം ചെയ്യും അല്ലേ, 100 രൂപയാണ് വരുന്നത്. എത്ര കിട്ടും? സോ 100 എന്ന് പറയുന്നത് 9,60,000 റുപ്പീസിൻ്റെ ഡിവഞ്ചേഴ്സ് റിഡീം ചെയ്യും. ക്ലിയർ? കൺവേർട്ടിംഗ് ദം ഇൻ ടു 15% ന്യൂ ഡിവഞ്ചേഴ്സ്. ഇപ്പോൾ 12% ഡിവഞ്ചേഴ്സിന് മാറ്റി, ക്ലിയർ, അതിന് പകരം 15% ഡിവഞ്ചേഴ്സാണ് ഇഷ്യൂ ചെയ്യുന്നത് ഓഫ് 100 each, 100 രൂപ വെച്ചിട്ടുള്ള വില. അതിൻ്റെ വിലയൊക്കെ സെയിം തന്നെയാണ്, 100. ക്ലിയർ? ബട്ട് അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 4%. ഇഷ്യൂ ചെയ്തിരിക്കുന്ന പുതിയ ഡിവഞ്ചർ 4% ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ക്ലിയർ? സോ ഗിവ് നെസസറി ജേർണൽ എൻട്രീസ് അറ്റ് ദ ടൈം ഓഫ് റിഡംഷൻ ഇൻ ദ ബുക്സ് ഓഫ് ദി കമ്പനി. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ ജേർണൽ എൻട്രി ചെയ്തു. 12% ഡിവഞ്ചേഴ്സ് അക്കൗണ്ട്. ക്ലിയർ? അതിനെ ക്യാൻസൽ ചെയ്യണം അല്ലേ? ഇപ്പോൾ റിഡീം ചെയ്യേണ്ട 12% ഡിവഞ്ചർ അക്കൗണ്ടാണ്. അപ്പോൾ അതിനെ ഡെബിറ്റ് ചെയ്തു 9,60,000. ക്ലിയർ? ടു ഡിവഞ്ചർ ഹോൾഡേഴ്സ് 9,60,000. ഇപ്പോൾ ഡിവഞ്ചർ ഹോൾഡേഴ്സിന് എത്ര കൊടുക്കാനുണ്ട്? 9,60,000 ഈസ് ദി എമൗണ്ട് പേയബിൾ ടു ഡിവഞ്ചർ ഹോൾഡേഴ്സ്. ഓക്കെ, ഇത് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താ എൻട്രി? ഡിവഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എറ്റർ അല്ലേ, 9,60,000. ഓക്കെ, അതെങ്ങനെയാണ് നമ്മൾ കിട്ടിയത്? നമുക്കറിയാം. ക്ലിയർ? ഈ 9,60,000 എന്ന് പറയുന്നത് 4% ഡിസ്കൗണ്ടിലാണ് റെൻറ്റ് അല്ലേ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ 4% ഡിസ്കൗണ്ട് എന്നുള്ള രീതിയിലാണ് ഇതിനെ എടുത്തിരിക്കുന്നത്. ഓക്കെ, ദെൻ അപ്പോൾ ഡിസ്കൗണ്ട് എന്താവും? ഫേസ് വാല്യൂവിൻ്റെ അല്ലേ, ഫേസ് വാല്യൂ 100 ആണ്, അതിൽ 4 ആണ്. ക്ലിയർ? 4 രൂപ. 4% എന്ന് പറയുന്നത് 4 റുപ്പീസാണ്, അതാണ് ഡിസ്കൗണ്ട്. ക്ലിയർ? സോ ബാക്കിയുള്ളത് എത്രയാണ്? 96 റുപ്പീസ്. അപ്പോൾ 96 റുപ്പീസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? നമ്പർ കിട്ടും. ക്ലിയർ? സോ ദാറ്റ് ഈസ് 10,000 ആണ് കിട്ടുക. സോ 10,000, 9,60,000 ക്ലിയർ ഡിവൈഡ് ബൈ 96 വിൽ ഗിവ് യു 10,000. അപ്പോൾ 10,000 ഡിബഞ്ചർ നമ്മൾ കൊടുക്കുന്ന രീതിയിൽ ഇവിടെ കൊടുത്തതാണ്. ക്ലിയർ? സോ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് 9,60,000 കൊടുക്കാനുണ്ട്. ഓക്കെ, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട്. ക്ലിയർ? നമ്മൾ 40,000 റുപ്പീസാണ് കിട്ടുന്നത്. ക്ലിയർ? ദെൻ ടു 15% ഡിബഞ്ചർ അക്കൗണ്ട്. ക്ലിയർ? ദാറ്റ് ഈസ് 10 lakh rupees. ഈ 40,000 റുപ്പീസിൻ്റെ ഡിസ്കൗണ്ടും 9,60,000 റുപ്പീസിൻ്റെ ഡിബഞ്ചറും. ക്ലിയർ? ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ള എമൗണ്ടും രണ്ടും കൂടെ ചേർത്തിട്ട് അപ്പോൾ ടോട്ടൽ എമൗണ്ട് 10 lakh റുപ്പീസിൻ്റെ ഫേസ് വാല്യൂ നമ്മൾ കാണിക്കണം. ക്ലിയർ? അപ്പോൾ അങ്ങനെ കാണിക്കുമ്പോൾ 15% ഡിബഞ്ചർ അക്കൗണ്ടിൽ 10 lakh റുപ്പിയാണ് വരുന്നത്. ഓക്കെ, ഇതിൻ്റെ കാൽക്കുലേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ ഈ 10,000 ഡിബഞ്ചർ കിട്ടിയിരിക്കുന്നത്? സോ നമ്പർ ഓഫ് 15% ഡിബഞ്ചേഴ്സ് ടു ബി ഇഷ്യൂഡ് അറ്റ് 4% ഡിസ്കൗണ്ട് ഈക്വൽ ടു 100 ഇൻറ്റു ദാറ്റ് ഈസ് ഫേസ് വാല്യൂ ഇൻറ്റു 9,600. ക്ലിയർ? ഇതാണ് നമ്മൾ കൊടുക്കാനുള്ള എമൗണ്ട്, 9,60,000. ക്ലിയർ? സോ ഡിവൈഡഡ് ബൈ ഇഷ്യൂ പ്രൈസ്. വാട്ട് ഈസ് ഇഷ്യൂ പ്രൈസ്? 100 - 4 ദാറ്റ് ഈസ് 96. ഓക്കെ, ഇപ്പോൾ എങ്ങനെ കിട്ടും? ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 10,000. ഇനി ഇങ്ങനെ നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ ഡയറക്റ്റായിട്ട് എമൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കുക? ഡിബഞ്ചറിൽ എടുക്കേണ്ട എമൗണ്ട് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? സോ അത് ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്താൽ മതി? അല്ലേ, 9,60,000 ആണ് നമുക്കുള്ളത്. സോ 9,60,000 ഇൻറ്റു, ക്ലിയർ, 100 ഈസ് ദ ഫേസ് വാല്യൂ, ഇഷ്യൂ പ്രൈസ് ഈസ് 96. ക്ലിയർ? ഇപ്പോൾ എത്ര കിട്ടും? സോ 9,60,000 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 96 വിൽ ഗിവ് യു 10 lakh റുപ്പീ. ഓക്കെ, അതുപോലെ 9,60,000 ഇൻറ്റു അല്ലേ, what is the discount? Clear? That is 4 by 96. Clear? So that will give you 40,000 rupees. അങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് എടുക്കാം. ക്ലിയർ? അല്ലെങ്കിൽ ഈ 10 lakh റുപ്പീസ് ഇങ്ങനെ കിട്ടുന്ന ഈ 10 lakh, ഇപ്പോൾ ഇവിടെ 10 lakh റുപ്പീസാണ് കിട്ടുക. 10 lakh ഇൻറ്റു 4%, 4/100 ചെയ്യുക. അപ്പോഴും നമുക്ക് എന്ത് കിട്ടും? ഈ എമൗണ്ട് കിട്ടും. അപ്പോൾ ഇതിലൂടെ എങ്ങനെ 4 by 96 ചെയ്താൽ ചിലപ്പോൾ കിട്ടില്ല. ക്ലിയർ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? 10 lakh റുപ്പീസ് ആദ്യം ഫേസ് വാല്യൂ കണ്ടുപിടിക്കുക, അതിൻ്റെ 4% കാൽക്കുലേറ്റ് ചെയ്യും. ക്ലിയർ? അപ്പോൾ 40,000 റുപ്പീസ് കിട്ടും. ഓക്കെ, 10 lakh ഇൻറ്റു 4/100. സോ ദാറ്റ് വിൽ ഗിവ് യു 40,000. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ എളുപ്പമായിട്ട് തോന്നുന്നത്, ഒന്നുകിൽ നമ്പർ ഓഫ് ഡിബഞ്ചർ ടു ബി ഇഷ്യൂഡ് കണ്ടുപിടിക്കുക, എന്നിട്ട് അതിനനുസരിച്ച് ഫേസ് വാല്യൂ, ഡിസ്കൗണ്ട് അല്ലേ, ആ രീതിയിൽ എന്ത് ചെയ്യുക അതിനെ കാണിക്കുക. അതല്ലെങ്കിൽ എന്ത് ചെയ്യുക?
ആദ്യം ഫേസ് വാല്യൂ അല്ലേ എൻ്റെ എമൗണ്ട് എത്രയാണ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക. സോ 9,60,000 പേയബിൾ ഇൻറ്റു ക്ലിയർ ഫേസ് വാല്യൂ 100 ആണ്, ഇഷ്യൂ പ്രൈസ് 96. അപ്പോൾ എൻ്റെ എമൗണ്ട് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ 10 lakh കിട്ടും. ഈ 10 lakhൻ്റെ 4% കാൽക്കുലേറ്റ് ചെയ്യുക. സോ ദാറ്റ് വിൽ ഗിവ് യു 40,000 rupees. ഓക്കെ. So this is how it is solved. Then next situation, number 6, when debentures are originally issued at discount are redeemed by conversion. Okay, so when debentures are originally issued at discount are redeemed by conversion. ആദ്യം തന്നെ അല്ലെങ്കിൽ ഒറിജിനൽ ഇഷ്യൂ ചെയ്ത സമയത്ത് ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്ത ഒരു ഡിബഞ്ചറിനെ ക്ലിയർ കൺവേർഷനിലൂടെ നമ്മൾ റിഡീം ചെയ്യുന്നത് വിചാരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രണ്ട് രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റാണ് വരിക. ഒന്ന്, ഈ റിഡീം ചെയ്യുന്ന ഡിബഞ്ചർ മെച്യൂരിറ്റിക്ക് മുമ്പായിട്ടാണോ റിഡീം ചെയ്യുന്നത്, മെച്യൂരിറ്റിക്ക് ശേഷമാണോ റിഡീം ചെയ്യുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെ നേച്ചർ അനുസരിച്ചും എന്ത് സംഭവിക്കും, ഇതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിലെ എൻട്രീസിലൊക്കെ ചെറിയ വ്യത്യാസം വരും. ക്ലിയർ? സോ വാട്ട് ഈസ് എ ഡിഫറൻസ്? സോ ഇഫ് ഇറ്റ് ഈസ് ബിഫോർ മെച്യൂരിറ്റി, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നെറ്റ് പ്രൊസീഡ്സിൻ്റെ ബേസിസിൽ വേണം. ക്ലിയർ? ഇപ്പോൾ ഇഷ്യൂ ചെയ്ത സമയത്ത് കിട്ടിയിരിക്കുന്ന നെറ്റ് പ്രൊസീഡ്സിൻ്റെ ബേസിസിൽ വേണം വാല്യൂസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുക. ക്ലിയർ? പക്ഷേ ഇഫ് ഡിബഞ്ചേഴ്സ് ആർ redeemed, ക്ലിയർ, ആഫ്റ്റർ മെച്യൂരിറ്റി ഓർ ഓൺ മെച്യൂരിറ്റി, ക്ലിയർ, അവിടെ എന്ത് വേണ്ട, നെറ്റ് പ്രൊസീഡ്സ് എടുക്കണ്ട. ക്ലിയർ? ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു കാര്യമില്ല. ചില കാൽക്കുലേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ്. എന്ത് കാൽക്കുലേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് അത് നമുക്ക് നോക്കാം. ക്ലിയർ? സോ അതിൽ എ, കൺവേർഷൻ ബിഫോർ മെച്യൂരിറ്റി. സോ വെൻ ഡിബഞ്ചേഴ്സ് ആർ ഒറിജിനലി ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്സ് ആർ കൺവേർട്ടഡ് then redeemed before maturity, so the number of shares or debentures to be issued are calculated on the basis of the net proceeds. Clear? അപ്പോൾ എത്ര ഷെയർ ഇഷ്യൂ ചെയ്യണം, എത്ര എമൗണ്ടിൻ്റെ ഷെയർ ഇഷ്യൂ ചെയ്യണം, ക്ലിയർ, അല്ലെങ്കിൽ എത്ര എമൗണ്ടിൻ്റെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യണം, പുതിയ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യണം എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് നമ്മൾ നെറ്റ് പ്രൊസീഡ്സ്, ഇഷ്യൂ സമയത്തുള്ള നെറ്റ് പ്രൊസീഡ്സ്, ഏത് ഇഷ്യൂ, ഒറിജിനലി ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന സമയത്തുള്ള നെറ്റ് പ്രൊസീഡ്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും ചെയ്യുക. അപ്പോൾ അതാണ് ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. ക്ലിയർ? ദെൻ സോ ദാറ്റ് ഈസ് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ദി ഡിസ്കൗണ്ട് ഫ്രം ദ ഫേസ് വാല്യൂ. ഇപ്പോൾ ഇഷ്യൂ സമയത്ത്, ഒറിജിനൽ ഇഷ്യൂ സമയത്ത് അതിൻ്റെ ഫേസ് വാല്യൂ നിന്ന് ഡിസ്കൗണ്ട് കുറച്ചിട്ടുള്ള എമൗണ്ട് എത്രയാണോ അതിന് വേണം എന്ത് ചെയ്യാൻ, പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്യുക. ക്ലിയർ? അപ്പോൾ അതാണ് നെറ്റ് പ്രൊസീഡ്സ് കൊണ്ട് മീൻ ചെയ്യുന്നത്. So for example, if clear the face value of debenture issued was 5 lakh and it was offered 10% discount, so 50,000 rupees എന്തായിരിക്കും ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ നമുക്ക് ആകെ കിട്ടിയിരിക്കുന്ന നെറ്റ് പ്രൊസീഡ്സ് എത്രയാ, 4,50,000 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് റിഡീം ചെയ്യുമ്പോൾ എത്ര രൂപയുടെ ഡിബഞ്ചറാണ് റിഡീം ചെയ്യേണ്ടത്? ഇഫ് ഇറ്റ് ഈസ് ബിഫോർ മെച്യൂരിറ്റി, ക്ലിയർ, വി നീഡ് ടു റിഡീം ഓൺലി 4,50,000. 4,50,000 രൂപയ്ക്കായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, റിഡംഷൻ കാണിക്കേണ്ടത്. ക്ലിയർ? ഇപ്പോൾ നമ്പർ ഓഫ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ടു ബി issued at the time of conversion, clear, shall be restricted to 4,50,000, not upon 5 lakh rupees, because 4,50,000 is the only amount, clear, that is received by way of issue of debenture previously. Clear? That is net proceeds. മാത്രമല്ല ഇതിൻ്റെ ഡിസ്കൗണ്ട് എന്ത് ചെയ്തിട്ടില്ല, ഇങ്ങനെ കിട്ടിയിരിക്കുന്ന ഡിസ്കൗണ്ട് റൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുമില്ല. ക്ലിയർ? അപ്പം അങ്ങനെ റൈറ്റ് ഓഫ് ചെയ്യാത്തൊരു കാര്യത്തിന് നമ്മൾ വീണ്ടും എന്ത് ചെയ്യാൻ പാടില്ല, ഫേസ് വാല്യൂ റിഡീം ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യണം, നെറ്റ് പ്രൊസീഡ്സിൽ കാൽക്കുലേറ്റ്. ഇനി അപ്പോൾ ഈ ഡിസ്കൗണ്ട് ഒറിജിനലി ഇഷ്യൂ ചെയ്ത സമയത്ത് നമ്മൾ കാണിച്ചിരിക്കുന്ന ഡിസ്കൗണ്ടിന് എന്ത് ചെയ്യണം, അതിനെ റിട്ടേൺ ബാക്ക് ചെയ്യണം. ക്ലിയർ? അപ്പോൾ ഡിസ്കൗണ്ടിന് നമ്മൾ എന്ത് ചെയ്യും, നേരത്തെ ഡെബിറ്റ് ചെയ്തതാണ്, ഇപ്പോൾ എന്ത് ചെയ്യണം, അതിനെ ക്രെഡിറ്റ് ചെയ്ത് ക്യാൻസൽ ചെയ്യണം. ക്ലിയർ? അപ്പോൾ ഇത് റിഡംഷൻ കൺവേർഷന് ശേഷം എന്തുണ്ടാവാൻ പാടില്ല, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ, ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതിന് എന്ത് ചെയ്യണം, ക്യാൻസൽ ചെയ്യണം, അപ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. ക്ലിയർ? ഇനി ചില സമയത്ത് ഈ ബിഫോർ മെച്യൂരിറ്റി കേസിൽ തന്നെ എന്ത് വരാം, ചിലപ്പോൾ കുറച്ച് ഡിസ്കൗണ്ട്സ് ഒക്കെ നമ്മൾ റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടാകും, കുറച്ച് ഡിസ്കൗണ്ട് അവശേഷിക്കുന്നുണ്ടാവും. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, റൈറ്റ് ഓഫ് ചെയ്യാൻ ബാക്കിയുള്ളതിനെ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത് ക്യാൻസൽ ചെയ്യുക. അപ്പോൾ അത് മുഴുവൻ ക്യാൻസൽ ആവും. ക്ലിയർ? റൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഡിബഞ്ചർ ഡിസ്കൗണ്ടിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ റൈറ്റ് ഓഫ് ഓൾറെഡി ചെയ്തതാണ്, അതുകൊണ്ട് എന്ത് ചെയ്യണം, P&L അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ക്ലിയർ? സോ ഇറ്റ് ക്യാൻ ബി ക്രെഡിറ്റഡ് ടു P&L അക്കൗണ്ട്. ഈ രീതിയിൽ വേണം അതിനെ ട്രീറ്റ് ചെയ്യാൻ. ക്ലിയർ? So journal entries നോക്കുക. So redemption at par by conversion into
ഷെയർസ് ബിഫോർ മെച്യൂരിറ്റി. ക്ലിയർ? ഓക്കെ. ഇപ്പോൾ ഡിബഞ്ചർ ബിഫോർ മെച്യൂരിറ്റിയിലാണ് കൺവേർട്ട് ചെയ്യുന്നത് ഷെയർസ് ആയിട്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ വരും? സോ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ, ഓൾഡ് ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ നോമിനൽ വാല്യൂ കാണിച്ചു, അപ്പോൾ ഡിബഞ്ചർ ക്യാൻസൽ ആയി. 2. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് അൺറിട്ടൺ ഓഫ് അല്ലെങ്കിൽ നോട്ട് റിട്ടൺ ഓഫ് പോർഷൻ. ക്ലിയർ? 2. Profit and loss account, P&L account or SOPL, clear, discount already written off, clear. Then 2, debenture holders account, amount due. ഇപ്പോൾ ഈ രീതിയിൽ വേണം കാണിക്കാം. സേ ഫോർ എക്സാമ്പിൾ, ക്ലിയർ, ഫേസ് വാല്യൂ ഓഫ് ഡിബഞ്ചർ ഈസ് 100 എന്ന് വിചാരിക്കുക, അല്ലേ? നമ്മൾ ഡിസ്കൗണ്ട് ഇഷ്യൂ ചെയ്തത് 10 രൂപയ്ക്കാണ് ഡിസ്കൗണ്ട് ഇഷ്യൂ ചെയ്തതിൽ, ക്ലിയർ. അതിൽ 4 രൂപ റിട്ടേൺ ഓഫ് ചെയ്യാൻ ബാക്കിയുണ്ട്, 6 രൂപ ഓൾറെഡി റിട്ടേൺ ഓഫ് ആണെന്ന് വിചാരിക്കുക, ക്ലിയർ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുന്നു? ഈ അൺറിട്ടേൺ ഓഫ് പോർഷനായിട്ടുള്ള 4 രൂപയെ ഡിസ്കൗണ്ട് ആൻഡ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ടിൽ കാണിച്ചു, ക്ലിയർ. ദെൻ ബാക്കി 10 രൂപയിൽ ബാക്കി വരുന്ന 6 രൂപ ഓൾറെഡി റിട്ടേൺ ഓഫ് ആണ്, അതിനെ P&L അക്കൗണ്ടിലും കാണിച്ചു, ക്ലിയർ. അപ്പോൾ ബാക്കി എത്രയുണ്ട്? 90 രൂപയുണ്ട്. 90 രൂപ മാത്രമാണ് ആർക്ക് കൊടുക്കേണ്ടത്? ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നത്. കാരണം എന്താ? ഈ 90 രൂപയെ ഡിബഞ്ചർ ഹോൾഡേഴ്സ് പ്രീവിയസ്ലി തന്നിട്ടുള്ളൂ, ബിക്കോസ്, ക്ലിയർ, ഡിബഞ്ചേഴ്സ് വർ ഒറിജിനലി ഇഷ്യൂഡ് അറ്റ് എ ഡിസ്കൗണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന നെറ്റ് പ്രൊസീഡ്സ് നമുക്ക് 90 ഉള്ളൂ. അതുകൊണ്ട് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ട എമൗണ്ട് എത്രയാണ്? 90 തന്നെ, ക്ലിയർ, നെറ്റ് പ്രൊസീഡ്സ് ആണ്. ഓക്കെ. ദെൻ സോ ഫോർ ഇഷ്യൂ ഓഫ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് അറ്റ് പാർ, പാറിലാണ് ഷെയർ ഇനി നമ്മൾ കൺവേർട്ട് ചെയ്യുന്നെങ്കിൽ എന്ത് ചെയ്യും? സോ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് വെച്ചിട്ടു, ദാറ്റ് ഈസ് 90 ആണ്, അല്ലേ? അപ്പം 90, ക്ലിയർ, to equity share capital, clear, 90 or debenture parallel. Ini that is for the issue conversion of, like, convert ചെയ്യുന്ന സമയത്ത് ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചറോ അല്ലെങ്കിൽ ഇത് പ്രീമിയത്തിലാണ്, ഷെയർസ് ഒക്കെ പ്രീമിയത്തിലാണ് ചെയ്യുന്നതെങ്കിൽ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അറ്റ് 90, അല്ലേ, ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. സേ ഫോർ എക്സാമ്പിൾ ഇത് 80 രൂപ, ക്ലിയർ, ക്യാപിറ്റൽ ആയിരിക്കും, 10 രൂപ പ്രീമിയം ആണെന്ന് വിചാരിക്കുക. പുതുതായിട്ട് ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റി 10 രൂപ പ്രീമിയത്തിലാണെന്ന് വിചാരിക്കുക. അപ്പം എന്ത് ചെയ്യും? 10 രൂപ കാണിക്കും, ഇങ്ങനെ കാണിക്കും. ഓക്കെ. സോ ദീസ് ആർ ഓൾ ദി ട്രീറ്റ്മെൻറ്റ്സ്. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം, ക്ലിയർ. ഒരു ഇമ്പോർട്ടൻറ്റ് നോട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ, അതുകൂടെ നോക്കാം. സോ വെൻ ഡിബഞ്ചേഴ്സ് ആർ ഒറിജിനലി ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് ആർ കൺവേർട്ടഡ് ഇൻ ടു ഷെയർസ് ഓർ debentures before maturity and the original period and actual period of redemptions are known, അല്ലേ? അപ്പോൾ നമ്മളവിടെ എന്ത് ചെയ്യണം? രണ്ടിനെയും സ്പ്ലിറ്റ് ചെയ്യണം. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ ഷുഡ് ബി സ്പ്ലിറ്റ് ഇൻ ടു 2 പോർഷൻ, ദാറ്റ് ഈസ് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ, ക്ലിയർ. അതിന് അൺറിട്ടേൺ ഓഫ് പോർഷൻ എന്ന് പറയും. ബാക്കിയുള്ള റിട്ടേൺ ഓഫ് പോർഷൻ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ക്രെഡിറ്റ് ചെയ്യണം. ഇനി സപ്പോസ് ഇത് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുക, ഈ ടൈം പീരീഡ് തന്നിട്ടില്ല എന്ന് വിചാരിക്കുക, ഒറിജിനലി ഇഷ്യൂഡ് എപ്പോഴാണ്, അതുപോലെ റിഡംഷൻ്റെ ഡേറ്റ് എപ്പോഴാണ്, ഇത് രണ്ടും തന്നിട്ടില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? ബിഫോർ മെച്യൂരിറ്റിയിലാണ് ചെയ്യുന്നതെങ്കിൽ, അതാണ് ഇപ്പോൾ അടുത്ത് കൊടുത്തിരിക്കുന്നത്. സോ ഇഫ് ദ ഒറിജിനൽ പീരീഡ് ആൻഡ് ദി ആക്ച്വൽ പീരീഡ് ഓഫ് റിഡംഷൻ ആർ നോട്ട് നോൺ, ക്ലിയർ, then total amount of discount should be credited to discount on issue of debenture account, ക്ലിയർ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ട? റിട്ടേൺ ഓഫ് എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ട്, ക്ലിയർ, ഒറിജിനൽ പീരീഡ് ഇഷ്യൂ ചെയ്ത സമയം ഡേറ്റ് ഏതാണ്, ക്ലിയർ, അതുപോലെ തന്നെ കൺവേർട്ട് ചെയ്യുന്ന പീരീഡ് എത്രയാണ്, ഇത് രണ്ടും തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അപ്പോൾ നമുക്ക് റിട്ടേൺ ഓഫ് പോർഷൻ എത്രയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം? മുഴുവനായിട്ടും ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ടിൽ തന്നെ ക്രെഡിറ്റ് ചെയ്ത് ക്യാൻസൽ ചെയ്യുക. ഓക്കെ. So there is no provision for in the Companies Act for the conversion of debenture, redemption of debentures originally issued at a discount and redeemable at a discount, clear. ഈ രീതിയിലൊരു പ്രൊവിഷൻ ഇല്ല എന്നാണ്, ക്ലിയർ. കാരണം നോർമലി debentures are not redeemed at a discount, clear. For example, clear, A Limited issue 2000, 10% debentures of 100 each at a discount of 10%. Okay, ഇവിടെ എത്ര വരും? 2 lakh, clear, at a discount of 10% means 2 lakh and 10% means 20,000. So 1,80,000 rupees ആണ് നെറ്റ് പ്രൊസീഡ്സ് ആയിട്ട് വരിക, അല്ലേ? 2 ലക്ഷം രൂപ ഫേസ് വാല്യൂ, ക്ലിയർ. 10% പറയുന്നത് 20,000 രൂപ, കുറച്ച് കഴിഞ്ഞ് എത്ര കിട്ടും? 1,80,000, ക്ലിയർ. These debentures were given the option to convert
the debentures into equity shares of 100 each at par. Okay, the holders of 400 debentures out of the above exercise the option before maturity. അപ്പം 400 ഡിബഞ്ചർ മാത്രമേ ഇത് എക്സസൈസ് ചെയ്തുള്ളൂ. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് വാല്യൂ ഒക്കെ ഏതിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം? 400 ഡിബഞ്ചേഴ്സിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യണം. ക്ലിയർ? 400 into 100. ക്ലിയർ? സോ ദാറ്റ് ഈസ് ദി വാല്യൂ. ക്ലിയർ? ദെൻ അതിൽ നിന്ന് എന്ത് കുറയ്ക്കണം? ഡിസ്കൗണ്ട് കുറയ്ക്കണം. ഡിസ്കൗണ്ട് 10 ആണ്. അപ്പോൾ 400 into 90. ക്ലിയർ? സോ ദാറ്റ് ഈസ് ദി എമൗണ്ട്. ഓക്കെ. ദെൻ ന്യൂ equity shares are issued at par. ക്ലിയർ? ഇത് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ കൺവേർഷൻ വരുന്ന സമയത്ത് ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തിരിക്കുന്ന പാറിലാണെന്ന് വിചാരിച്ചിട്ട്, അതുപോലെ തന്നെ ബി ന്യൂ ഇക്വിറ്റി ഷെയർസ് ആർ ഇഷ്യൂഡ് അറ്റ് എ പ്രീമിയം 20% പ്രീമിയം. ക്ലിയർ? പാറിലും പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നുള്ള അസംഷൻ രണ്ട് സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ രണ്ടിലും വേറെ വേറെ കാൽക്കുലേറ്റ് ചെയ്യും. ക്ലിയർ? അറ്റ് പാർ എന്നുള്ള രീതിയിലാണ് എങ്ങനെ വരിക. ക്ലിയർ? സോ നമ്പർ ഓഫ് ഷെയർസ് ടു ബി ഇഷ്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ നെറ്റ് പ്രൊസീഡ്സ് ഡിവൈഡ് ബൈ ഇഷ്യൂ പ്രൈസ്. സോ വാട്ട് ഇസ് ദ ഇഷ്യൂ പ്രൈസ്? പാറിലായതുകൊണ്ട് 100 ആണ് ഇക്വിറ്റി ഷെയറിൻ്റെ ഇഷ്യൂ പ്രൈസ് അല്ലേ. സോ വാട്ട് ഈസ് ദി നെറ്റ് പ്രൊസീഡ്സ്? 400 അല്ലേ ഇൻറ്റു 90 റുപ്പീസേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. 10 റുപ്പീ എന്തായിരുന്നു? ഡിസ്കൗണ്ട് ആണ്. സോ 36. ക്ലിയർ? 36,000. അപ്പോൾ 36,000 ഡിവൈഡഡ് ബൈ 100. ക്ലിയർ? ദാറ്റ് വിൽ ഗിവ് യു 360 ഷെയർസ്. അപ്പോൾ 360 ഷെയർസ് ആണ് പുതുതായിട്ട് ഇഷ്യൂ ചെയ്യേണ്ടത്. ക്ലിയർ? ഓക്കെ. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 36,000 ആണ് നമുക്ക് വേണ്ടത്. ക്ലിയർ? ഈ 36,000 ക്ലിയർ ഇത്രയും രൂപയുടെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതായിട്ട് ഇടാം അല്ലേ. അപ്പോൾ ഷെയർസിൻ്റെ വാല്യൂ നമുക്കിവിടെ 36,000 തന്നെ കിട്ടും. 36,000 ഡിവൈഡഡ് ബൈ 100 ചെയ്താണ് നമ്പർ ഓഫ് ഷെയർസ്. ഓക്കെ. ജേർണൽ എൻട്രിയിലേക്ക് വരാം. സോ ജേർണൽ എൻട്രി ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ദാറ്റ് ഈസ് 40,000 അല്ലേ, 40,000 ഫേസ് വാല്യൂ. സോ ദിസ് ഈസ് ഫേസ് വാല്യൂ ദാറ്റ് ഈസ് 400 ഡിബഞ്ചേഴ്സ് ഇൻറ്റു 100. ക്ലിയർ? ഇതാണ് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്. ടു ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട്. ക്ലിയർ? ഈ 40,000 ഡിബഞ്ചറിൻ്റെ 10% ഡിസ്കൗണ്ട് അല്ലേ, നമ്മൾ ഒറിജിനലി ഇഷ്യൂഡ് ആണ്. അതിനെന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്യണം. അപ്പോൾ 400 രൂപ വരും. 4,000 രൂപ വരും. 40,000 ഇൻറ്റു 10% 4,000 രൂപ ക്രെഡിറ്റ് ചെയ്തു അല്ലേ. അപ്പോൾ ഓൾറെഡി ഡെബിറ്റ് ചെയ്തതിന് ഇവിടെ ക്രെഡിറ്റ് ചെയ്യുമ്പോൾ ക്യാൻസലായി പോയി എന്ന് അർത്ഥം. ദെൻ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അവർക്ക് കൊടുക്കാനുള്ള എമൗണ്ട് എത്രയാണ്? 36,000. ക്ലിയർ? അവർ തന്ന എമൗണ്ട് എത്രയായിരിക്കും? ഇത്രയും ആൾക്കാർ 36,000 രൂപയെ തന്നിട്ടുള്ളൂ. കാരണം 10% ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്തത് അല്ലേ. അപ്പോൾ 36,000 രൂപ നമുക്ക് കിട്ടി. ഇപ്പോൾ കൊടുക്കാനുള്ളത് 36,000 രൂപ. ക്ലിയർ? അപ്പോൾ ഈ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ. ദെൻ ഇനി ഡിബഞ്ചർ ഹോൾഡേഴ്സിന് പേയ്മെൻറ്റ് കൊടുക്കണം അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യണം. സോ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അറ്റ് 36,000. ക്ലിയർ? ടു ഷെയർ ക്യാപിറ്റൽ 36,000. എന്താ നരേഷൻ കൊടുക്കുക? ഇഷ്യൂ ഓഫ് 360 ഇക്വിറ്റി ഷെയർസ് ഓഫ് 100 each. Clear? Being the conversion of debentures. Okay. Discount on issue of debenture account നമ്മൾ എന്ത് ചെയ്തു? ഓൾറെഡി ക്രെഡിറ്റ് ചെയ്ത് ക്യാൻസൽ ചെയ്തു. ക്ലിയർ? ദെൻ ഇനി 20% പ്രീമിയത്തിലാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ഇഷ്യൂ പ്രൈസിൽ വ്യത്യാസമാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇഷ്യൂ ചെയ്യേണ്ട നമ്പർ ഓഫ് ഷെയർസിൽ വ്യത്യാസമാണ്. അപ്പോൾ എങ്ങനെയാണ് വരിക നോക്കുക. ക്ലിയർ? ദാറ്റ് ഈസ് നെറ്റ് പ്രൊസീഡ്സ് ഡിവൈഡഡ് ബൈ ഇഷ്യൂ പ്രൈസ്. വാട്ട് ഈസ് നെറ്റ് പ്രൊസീഡ്സ്? അത് നേരത്തെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. 36,000 രൂപ. ഇഷ്യൂ പ്രൈസ് ഇവിടെ എത്രയായിരിക്കും? 100 ഈസ് എ ഫേസ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർ, 20% ഈസ് എ പ്രീമിയം. ക്ലിയർ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 120. അപ്പോൾ 120 കിട്ടും. അങ്ങനെ 120 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടുക? 300 ഷെയർസ്. ഓക്കെ. സോ 300 ഷെയർസ് ഈസ് ദി നമ്പർ ഓഫ് ഷെയർസ് ടു ബി ഇഷ്യൂ. ഓക്കെ. അപ്പോൾ 300 ഇൻറ്റു 100. ക്ലിയർ? സോ ദാറ്റ് വിൽ ഗിവ് യു 30,000 rupees ഈസ് ദി ഫേസ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ. ബാക്കിയുള്ളത് സെക്യൂരിറ്റീസ് പ്രീമിയമാണ്. ഓക്കെ. സോ ഇവിടെ നോക്കാതെ സോ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് 40,000 ദാറ്റ് ഈസ് 400 ഡിബഞ്ചർ ഇൻറ്റു 100. ക്ലിയർ? ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ ക്യാൻസൽ ചെയ്യുന്നത് 4,000 ഓൾറെഡി പറഞ്ഞാണ് അല്ലേ. ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് 36,000. ഓക്കെ. ഈ എൻട്രി ഓൾറെഡി നോക്കിയതുകൊണ്ട് വീണ്ടും പറയുന്നില്ല. ഇനി കൊടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുമ്പോൾ? ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അറ്റ് 36,000 to equity share capital 300 into 100 that is 30,000 to securities premium 300 into 20 that is 6,000. ഓക്കെ. അപ്പോൾ 20 രൂപ പ്രീമിയം ആയിട്ട് നമുക്ക് മാറ്റി. ഓക്കെ. എന്താ നരേഷൻ ചെയ്ത? ഇഷ്യൂ ഓഫ് 300 equity shares of 100 each at a premium of 20%. Okay. Being the conversion of debenture. Okay. Then redeemable at a premium by conversion into shares before maturity. Clear?
സോ redeemable അറ്റ് പ്രീമിയത്തിലാണ് നമ്മൾ റെഡീം ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, പാറിലല്ല റെഡീം ചെയ്യുന്നത്, പ്രീമിയത്തിൽ റെഡീം ചെയ്യുന്ന ഒരു ഡിബഞ്ചറാണ് നമ്മൾ ഇങ്ങനെ ബിഫോർ മെച്യൂരിറ്റിയിൽ ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും വരിക, അതാണ് അതിൻ്റെ ജേർണൽ എൻട്രി കൊടുത്തിരിക്കുന്നത്. ക്ലിയർ? സോ ദാറ്റ് ഈസ് ഡിബഞ്ചർ അക്കൗണ്ട് ടു പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് അല്ലേ ഡെറ്റ്, ഇത് രണ്ടിനെയും ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ടോട്ടൽ എമൗണ്ട് കൊടുക്കാനുള്ളതായി. സോ ദിസ് ഈസ് ഫേസ് വാല്യൂ, ദിസ് ഈസ് റിഡംഷൻ പ്രീമിയം, രണ്ടും കൂടെ ചേർത്ത് എന്ത് ചെയ്യണം, ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കണം. പക്ഷേ ഡിസ്കൗണ്ടിലാണ് ഒറിജിനലി ഇഷ്യൂ ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് എന്ത് ചെയ്യണം, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്ത് ക്യാൻസൽ ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ റിട്ടേൺ ഓഫ് പോർഷനെ ക്യാൻസൽ ചെയ്യും. ക്ലിയർ? അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം ആയതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. ക്ലിയർ? അപ്പോൾ വെൻ ഒറിജിനലി ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഒരു ഡിബഞ്ചർ പ്രീമിയത്തിൽ റിഡീം ചെയ്യുകയാണെങ്കിൽ അല്ലേ, പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് കൂടെ അവിടെ എക്സ്ട്രാ ആയിട്ട് വരും. ക്ലിയർ? അതിന് കൂടെ ഡെബിറ്റ് ചെയ്യണം. ക്ലിയർ? ഇപ്പോൾ ഡിബഞ്ചറിൻ്റെ ഫേസ് വാല്യൂ ഇവിടെ എഴുതി നമ്മൾ അല്ലേ, 100 രൂപയാണ് ഫേസ് വാല്യൂ എന്ന് വിചാരിക്കുക, 10 രൂപയാണ് നമ്മൾ റിഡംഷൻ പ്രീമിയം, 110 രൂപ നമ്മൾ കൊടുക്കണം. ക്ലിയർ? അതിൽ റിട്ടേൺ ഓഫ് പോർഷൻ എന്ന് പറയുന്നത് അൺറിട്ടേൺ ഓഫ് 4 വിചാരിക്കുക, റിട്ടേൺ ഓഫ് 6 വിചാരിക്കുക അല്ലേ. അപ്പോൾ ബാക്കി നമ്മൾ എത്ര കൊടുക്കാനുണ്ട്, ഇനി ഡിബഞ്ചർ ഹോൾഡേഴ്സിന് 100 കൊടുക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്കിത് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ദെൻ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. സോ എ ലിമിറ്റഡ് had issued 2010% debentures of 100 each at a discount of 10% on 1/4/2017, redeemable at a premium of 20% after 5 years. ഓക്കെ, 5 വർഷം കഴിഞ്ഞിട്ടാണ് റിഡീം ചെയ്യുന്നത്. 20% വരുന്നത്. ഇപ്പോൾ 100 രൂപ പ്ലസ് 20 അല്ലേ, 120 രൂപ കൊടുത്തിട്ട് വേണം റിഡീം ചെയ്യാൻ. These debentures were given the option to convert their debentures into equity shares of 100 each at any time before maturity. Clear? Then holders of 400 debentures out of the above exercised on 31st March 2020 give journal entries to the transaction. അപ്പോൾ 400 ഡിബഞ്ചറാണ് ഇങ്ങനെ റിഡീം ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കണം. ക്ലിയർ? സോ 400 ഡിബഞ്ചറിന് നമ്മൾ എന്ത് ചെയ്യണം, ഇൻറ്റു 100. ക്ലിയർ? സോ ദാറ്റ് ഈസ് 40,000 റുപ്പീസ് ഫേസ് വാല്യൂ കൊടുക്കണം. അല്ലെ 400 ഡിബഞ്ചർ ഇൻറ്റു 20. ക്ലിയർ? 8,000 റുപ്പീസ് എന്ത് കൂടെ കൊടുക്കണം, പ്രീമിയം കൂടെ കൊടുക്കണം. അപ്പോൾ ആകെ എത്ര കൊടുക്കണം, 48,000 റുപ്പീസ് കൊടുക്കണം. ഓക്കെ, സോ ദാറ്റ് ഈസ് റിഡംഷൻ പ്രീമിയം ഈസ് 8,000 റുപ്പീസ്. നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൊടുക്കേണ്ട എമൗണ്ട് ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 40,000 റുപ്പീസ്. നെറ്റ് പ്രൊസീഡ്സ് എത്ര കിട്ടുക, ഒറിജിനലി ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്തതാണ് അല്ലേ. അപ്പോൾ അത് 10% ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ക്ലിയർ? അപ്പോൾ നമ്മൾ എന്ത് കിട്ടും, 40,000 ഇൻറ്റു 10/100. സോ ദാറ്റ് ഈസ് 4,000 കുറയ്ക്കുക. കുറച്ച് കഴിഞ്ഞാൽ നെറ്റ് പ്രൊസീഡ്സ് എത്രയാണ്, സോ നെറ്റ് NP ഈക്വൽ ടു 36,000. ക്ലിയർ? അതിനോടൊപ്പം എന്തുകൂടെ കൊടുക്കണം, ഈ 36,000 രൂപയാണ് നമ്മൾ ആകെ കൊടുക്കേണ്ടത്. ക്ലിയർ? ബിക്കോസ് ഡിബഞ്ചേഴ്സ് വർ ഒറിജിനലി ഇഷ്യൂഡ് അറ്റ് എ ഡിസ്കൗണ്ട്. ക്ലിയർ? അതുകൊണ്ട് ബിഫോർ മെച്യൂരിറ്റി ആയതുകൊണ്ട് നെറ്റ് പ്രൊസീഡ്സ് മാത്രം കൊടുത്താൽ മതി, പ്ലസ് പ്രീമിയം 8,000 കൂടെ കൊടുക്കണം. ക്ലിയർ? അപ്പോൾ 36 × 44. ക്ലിയർ? അപ്പോൾ ഫേസ് വാല്യൂയിലാണ് നമ്മൾ കൊടുക്കേണ്ടതെങ്കിൽ 48,000 കൊടുക്കണമായിരുന്നു. പക്ഷേ ബിഫോർ മെച്യൂരിറ്റിയിലായതുകൊണ്ട് ഒറിജിനലി ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്ത ഡിബഞ്ചർ ആയതുകൊണ്ട് ആ ഡിസ്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യണം അല്ലേ, ക്യാൻസൽ ചെയ്യേണ്ട കാര്യമുള്ളത് കൊണ്ട് നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, നെറ്റ് പ്രൊസീഡ്സ് മാത്രമേ കൊടുക്കുള്ളൂ. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് 36,000 പ്ലസ് 8,000 ദാറ്റ് ഈസ് ഈക്വൽ ടു 44,000. 44,000 രൂപ കൊടുക്കാനുണ്ട്. ഓക്കെ, ദിസ് ഈസ് എമൗണ്ട് പേയബിൾ. സോ വാട്ട് ഈസ് ദ ഇഷ്യൂ പ്രൈസ് അല്ലേ, എത്ര ഷെയർസ് നമ്മൾ ഇഷ്യൂ ചെയ്യണം, അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യം താഴെ പറയുന്നുണ്ട്. എന്താ പറയണത്, സോ ഇക്വിറ്റി ഷെയർസ് ആർ ഇഷ്യൂഡ് അറ്റ് 10% പ്രീമിയം. 10% പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അല്ലേ. ഇപ്പോൾ 10 എന്ന് പറയുമ്പോൾ ഇക്വിറ്റി ഷെയർസിൻ്റെ വാല്യൂ 100 റുപ്പീസ് ആണെങ്കിൽ അല്ലേ, സോ 100 റുപ്പീസ് പ്ലസ് 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 110, 110. അപ്പോൾ 110 രൂപയ്ക്ക് നമ്മൾ ഇഷ്യൂ ചെയ്യും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഷെയർസ് ടു ബി ഇഷ്യൂഡ് ഈക്വൽ ടു ക്ലിയർ 36,000 net proceeds plus redemption premium 8,000 divided by 110. That is equal to 44,000 divided by 110. So that will give you 400 shares. 400 ഷെയർ കിട്ടും. ഇനി നമ്മൾ ജേർണൽ എൻട്രിയിലേക്ക് വരാം. സോ ഡിബഞ്ചർ
കൺവേർഷൻ ഡ്യൂ ആയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റ് 40,000 അല്ലേ, 400 × 100 ക്ലിയർ ഫേസ് വാല്യൂ. പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെറ്റ് 8,000 രൂപ ക്ലിയർ ഡെബിറ്റ് ചെയ്തു, അത് കൊടുക്കാനുള്ള പ്രീമിയം. ദെൻ 2 ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ അല്ലേ. ഇപ്പോൾ നമുക്കിവിടെ നേരത്തെ ഒറിജിനലി ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഡിസ്കൗണ്ട് നോക്കുക. ഡിബഞ്ചറിൻ്റെ ടേം എത്രയാണ്, 5 വർഷം 5 years. ഇഷ്യൂ ചെയ്തപ്പോഴാണ് 2017 ക്ലിയർ, 1/4/2017 ക്ലിയർ. നമ്മൾ റിഡീം ചെയ്യാൻ പോകുന്ന എപ്പോഴാണ്, അതവിടെ കൊടുത്തത് അല്ലേ. സോ 1/4/2017 ഇഷ്യൂ ചെയ്തത്, 5 year പീരീഡാണ് ക്ലിയർ. ഇപ്പോൾ റിഡീം ചെയ്യാൻ പോകുന്നത് 2020 ക്ലിയർ. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര വർഷം കഴിഞ്ഞു, 3 years. 3 years കഴിഞ്ഞിട്ടുണ്ട്. ഇനി എത്ര ഇയർ ബാക്കിയുണ്ട്, 2 years ബാക്കിയുണ്ട്. അപ്പോൾ 3 yearലുള്ള ഡിബഞ്ചർ ഡിസ്കൗണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവാം, റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ റിട്ടേൺ ഓഫ് പോർഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും, 3 years ആണ്. അൺറിട്ടേൺ ഓഫ് അല്ലെങ്കിൽ നോട്ട് റിട്ടേൺ ഓഫ് എത്രയായിരിക്കും, സോ 2 years ആണ്. ഈ രീതിയിൽ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട്, അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, റിട്ടേൺ ഓഫ് പോർഷൻ അല്ലേ 3/5 ആയിട്ട് എടുക്കണം, അൺറിട്ടേൺ ഓഫ് പോർഷൻ 2/5 ആയിട്ട് എടുക്കണം ക്ലിയർ. സോ 4,000 rupees is the discount on issue of debenture. എങ്ങനെയാണ് 4,000 കിട്ടിയത്, 40,000 into 10% ക്ലിയർ, ദാറ്റ് ഈസ് 4,000 4,000 രൂപ ക്ലിയർ into ക്ലിയർ. സോ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ 2/5, 2 വർഷം ബാക്കിയുണ്ട്, അത് അൺറിട്ടേൺ ഓഫ് ആണ്, നോട്ട് റിട്ടേൺ ഓഫ് ആണ്. അതിനെ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ടിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തു, ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ എത്ര കിട്ടത്, 1,600 രൂപ കിട്ടും ക്ലിയർ. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ ഓൾറെഡി ഡെബിറ്റ് ചെയ്തിട്ടുള്ള റൈറ്റ് ഓഫ് പോർഷൻ എത്രയാണ്, 4,000 into 3/5, 3 വർഷം കഴിഞ്ഞിട്ടുള്ള വർഷം ക്ലിയർ. സോ ദാറ്റ് ഈസ് ഇക്വൽ 2,400. അപ്പോൾ അത് P&L അക്കൗണ്ടിലും കാണിച്ചു ക്ലിയർ. ദെൻ ബാക്കിയുള്ളത് 44,000 രൂപ ആർക്ക് കൊടുക്കണം, ഡിബഞ്ചർ ഹോൾഡേഴ്സിനോട്. സോ ഡിബഞ്ചർ ഹോൾഡേഴ്സ് 44,000 ഓക്കെ. അങ്ങനെ 44,000 രൂപ കൊടുക്കാനുള്ളതായിട്ട് കാണിച്ചു. ഇനി എന്ത് ചെയ്യണം, ഇതിനെ പേയ്മെൻറ്റ് ചെയ്യണം. സോ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റ് ക്ലിയർ 44,000 ഓക്കെ. ഈ 44,000 അല്ലേ 44,000 നമ്മൾ ആകെ കൊടുക്കാനുള്ളത് ഇൻറ്റു അല്ലേ 100 / 110 ക്ലിയർ. സോ ദാറ്റ് വിൽ ഗിവ് യു ഇക്വിറ്റി ഷെയർസ്, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. അല്ലെങ്കിൽ 400 ഷെയർ നേരത്തെ കിട്ടിയിരുന്നു, അപ്പോൾ 400 × 100 ധരിച്ചിട്ട് 40,000 ഓക്കെ. അല്ലെങ്കിൽ 44,000 into 100 / 110, സോ 40,000. സെക്യൂരിറ്റീസ് പ്രീമിയം, അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, 44,000 into 10/110 ക്ലിയർ. സോ ദാറ്റ് ഈസ് ഇക്വൽ ടു 4,000 ഓക്കെ. ഇപ്പോൾ ഈ രീതിയിൽ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് സെക്യൂരിറ്റീസ് പ്രീമിയത്തിലും ക്രെഡിറ്റ് ചെയ്യും ക്ലിയർ. സോ ദിസ് ഈസ് ഹൗ വി ക്യാൻ ട്രീറ്റ് ക്ലിയർ. ഒറിജിനലി ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്ത ഡിബഞ്ചേഴ്സിനെ പിന്നീട് പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യും ക്ലിയർ. അത് റെഡീം ചെയ്യുന്ന സമയത്തും പ്രീമിയം ആണെങ്കിൽ ഇങ്ങനെ ചെയ്യും ഓക്കെ. ലാസ്റ്റ് തിങ് ഈസ് കൺവേർഷൻ ഓഫ് ഡിബഞ്ചർ ഓൺ മെച്യൂരിറ്റി ക്ലിയർ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, വെൻ ഡിബഞ്ചേഴ്സ് ആർ ഗെറ്റ് കൺവേർട്ടഡ് അറ്റ് മെച്യൂരിറ്റി, ഓൺ മെച്യൂരിറ്റി ക്ലിയർ. ഇവിടെ മെച്യൂരിറ്റിയുടെ ഒരു പ്രത്യേകത എന്താണ്, നമ്മൾ ഓൾറെഡി പീരീഡ് ഡിബഞ്ചറിൻ്റെ പീരീഡ് മുഴുവൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഡിബഞ്ചർ ഡിസ്കൗണ്ട് ഓൾറെഡി ഉണ്ടെങ്കിലും അത് മുഴുവൻ എന്ത് ചെയ്തിട്ടുണ്ടാവും, റൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഇങ്ങനെ റൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൊരു കാര്യത്തിന് വീണ്ടും എന്ത് ചെയ്യേണ്ട, നമുക്ക് ക്യാൻസൽ ചെയ്യേണ്ട. അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, വി നീഡ് നോട്ട് ക്യാൻസൽ എനിത്തിങ് ക്ലിയർ. അപ്പോൾ ഡിസ്കൗണ്ടോ അതൊന്നും എന്ത് ചെയ്യേണ്ട കാര്യമില്ല, റൈറ്റ് ബാക്ക് ചെയ്യേണ്ട കാര്യമില്ല, ക്രെഡിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ എന്ത് ചെയ്താൽ മതി, ഡിബഞ്ചർ അക്കൗണ്ട് ഇട്ടിട്ട് ഡിബഞ്ചർ ഹോൾഡേഴ്സ് ചെയ്താൽ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഇട്ടിട്ടു എമൗണ്ട് ക്ലിയർ. അത് പ്രീമിയത്തിലാണ് പുതുതായിട്ട് ചെയ്യുന്നതെങ്കിൽ പ്രീമിയം കൂടെ വരും ക്ലിയർ. അതുപോലെ ഡിസ്കൗണ്ടിലാണ് ചെയ്യുന്നതെങ്കിൽ ഡിസ്കൗണ്ട് വരും, പാറിലാണെങ്കിൽ പാർ. ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് ചെയ്താണ് ഓക്കെ. സോ ഇഫ് ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് ആർ കൺവേർട്ടഡ് ഇൻ ടു shares or debentures on maturity, then it is converted on the basis of the face value clear or nominal value and not on the basis of net proceeds. അപ്പോൾ നമ്മൾ നെറ്റ് പ്രൊസീഡ്സ് എടുക്കേണ്ട കാര്യമില്ല. കാരണം എന്താ, ഓൾ ദ പീരീഡ് ഹാവ് ബീൻ എക്സ്പയർഡ് ക്ലിയർ. ഡിബഞ്ചർ പീരീഡ് മുഴുവൻ കഴിഞ്ഞു, എക്സ്പയർ ചെയ്തു. അപ്പോൾ ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ തന്നെ അത് ഓൾറെഡി റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ട് വീണ്ടും അതിനെ നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. നെറ്റ് പ്രൊസീഡ്സ് എല്ലാം എടുക്കുക, ഫേസ് വാല്യൂവിൻ്റെ ബേസിസിൽ വേണം നമ്പർ ഓഫ് ഷെയർസ് ടു ബി ഇഷ്യൂഡ് കണ്ടുപിടിക്കാൻ. സോ ഇൻ സച്ച് കേസസ് provisions of the Companies Act are not violated, and because of the debentures, discount on issue of debenture has already been written off. Okay, example നോക്കുക. In 2015,
JK Limited had issued 10%, 2 lakh rupees, 2 lakh debentures at a discount of 10%. Clear? Originally discount ആണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്, 10% ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ക്ലിയർ? 2 ലക്ഷം രൂപയുടെ ഡിബഞ്ചറാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ദെൻ debentures are redeemable in 2000. In 2000, the company gave the debenture holders an option to converting debenture into 6% preference shares of 100 each at a premium of 25%. പ്രീമിയത്തിലാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത്. ക്ലിയർ? 100 രൂപ പ്ലസ് 25, അപ്പം 125 രൂപയ്ക്കാണ് പ്രിഫറൻസ് ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. ക്ലിയർ? സോ one holder holding 25,000 debentures exercised the option. അപ്പോൾ 25,000 രൂപ വിലയുള്ള അല്ലെങ്കിൽ അത്രയും ഹോൾഡിംഗ് ഉള്ള ഒരാൾ എന്ത് ചെയ്തു? ഈ ഓപ്ഷൻ എക്സസൈസ് ചെയ്തു. അപ്പോൾ നമ്മളത് ജേണൽ എൻട്രി ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ട എമൗണ്ട് എത്ര മാത്രമാണ്? 25,000 രൂപ മാത്രം ചെയ്താൽ മതി. ക്ലിയർ? സോ ഇവിടെ നമ്മൾ എങ്ങനെ വരും? സോ 10% ഡിബഞ്ചർ അക്കൗണ്ട് അറ്റ് 25,000. ഓക്കെ, ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് 25,000. ഡിസ്കൗണ്ട് ഇവിടെ നമ്മൾ ക്യാൻസൽ ചെയ്യേണ്ട കാര്യമില്ല. വൈ? കാരണം ഓൾറെഡി ഇതെന്താണ്, എൻ്റെ പീരീഡ് മുഴുവൻ എക്സ്പയർ ചെയ്തു. ക്ലിയർ? സോ ലാസ്റ്റ് ഓൺ മെച്യൂരിറ്റിയിലാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഡിസ്കൗണ്ടിനെ വീണ്ടും ക്രെഡിറ്റ് ചെയ്ത് ക്യാൻസൽ ചെയ്യേണ്ട കാര്യമില്ല. ക്ലിയർ? ഇപ്പോൾ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ടിൽ മുഴുവൻ എമൗണ്ടും കാണിച്ചു, ഫേസ് വാല്യൂ കാണിച്ചു. ദെൻ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അറ്റ് 25,000. അല്ലേ? 25,000 രൂപയെ നമ്മൾ എന്ത് ചെയ്യണം? സ്പ്ലിറ്റ് ചെയ്യണം. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 20,000 ആൻഡ് സെക്യൂരിറ്റീസ് പ്രീമിയം 5,000. എങ്ങനെയാണ് ഇത് കിട്ടുക? അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? 25,000 is the amount payable into 100 face value divided by 125. So that will give you 20,000. അതുപോലെ സെക്യൂരിറ്റീസ് പ്രീമിയം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 25,000 into 25 divided by 125. So that will give you 5,000. ക്ലിയർ? ഇങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഓർ അല്ലേ വേറെ രീതിയിൽ എങ്ങനെ എഴുതാം? നമ്പർ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ടു ബി ഇഷ്യൂഡ് കണ്ടുപിടിക്കുക. ക്ലിയർ? ദാറ്റ് ഈസ് എമൗണ്ട് പേയബിൾ ഡിവൈഡ് ബൈ ഇഷ്യൂ പ്രൈസ്. സോ എമൗണ്ട് പേയബിൾ എത്രയാണ്? 25,000. ഇഷ്യൂ പ്രൈസ് എത്രയാണ്? 125. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 200 ഷെയർസ് ആണ് കിട്ടുക. 200 ഷെയർ. 200 ഷെയർ ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ ഫേസ് വാല്യൂ. ക്ലിയർ? ക്രെഡിറ്റ് ചെയ്യാനുള്ള എമൗണ്ട് കിട്ടി. ക്ലിയർ? അതുപോലെ 200 ഷെയർ ഇൻറ്റു പ്രീമിയം ചെയ്ത് കഴിഞ്ഞാൽ പ്രീമിയത്തിൻ്റെ എമൗണ്ട് കിട്ടി. ക്ലിയർ? ഇങ്ങനെയും ചെയ്യാം. ക്ലിയർ? സോ ദീസ് ആർ ഓൾ ദി അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഇൻ ദ കേസ് ഓഫ് കൺവേർഷൻ ഓഫ് ഡിബഞ്ചർ. ക്ലിയർ? ഇതിലുള്ള എക്സാമ്പിൾസ് ഒക്കെ എടുത്തൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ.